أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ആദരണീയരായ ഉലമാക്കളെ, സഹപാഠികളെ, നമ്മുടെ ജംഇന്റെ ഒന്നാം ഭാഗ ക്ലാസ് നമ്പർ 7. ഇന്ന് നമുക്ക് ജംഇൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയം ഫിഖ് എന്താകുന്നു എന്നാണ്. കഴിഞ്ഞ ക്ലാസ്സിലുള്ള വിഷയമൊക്കെ മനസ്സിലാക്കി വെച്ചു. അൽഹംദുലില്ലാ. അള്ളാഹു കൂടുതൽ അറിവും അഖലും സിയാത്തിലും ഒക്കെ അള്ളാഹ് നൽകട്ടെ. നമുക്കിതെല്ലാം പഠിച്ചുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ഒക്കെ തരട്ടെ. ഇതൊരു മുതൽക്കൂട്ടായി നാളെ ഖബറിലും നമ്മുടെ റിക്കാർഡിലൊക്കെ സ്വാലിയായി അള്ളാഹ് രേഖപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുമായി സന്ധിക്കാൻ പോവുകയാണ്. ശബ്ദത്തിൽ മാത്രമേ നമ്മൾ സന്ധിക്കലുള്ളൂ. ദാത്തിയായിട്ടും മുഷാഹദിയായിട്ടും നമുക്ക് സന്ധിക്കണം എല്ലാവർക്കും ഇൻഷാ അല്ലാഹ്. അതിന് വേണ്ടി നമുക്ക് ഒരുക്കണം. അപ്പൊ നമുക്ക് കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോ ഉസൂൽ ഫിഖ് പറഞ്ഞു, ഉസൂലിയും പറഞ്ഞു. ഇനി വൽ ഫിഖ്ഹു, ഫിഖ്ഹാകുന്നത് അത് അൽ ഇൽമു ബിൽ അഹ്കാമി, അഹ്കാമുകളെ കൊണ്ട് അറിയലാണ്. എങ്ങനത്തെ അഹ്കാമുകള്? അൽ ശർഇയ്യത്തി, ശർഇയ്യായ അഹ്കാമുകള്. അൽ അമലിയത്തി, അമലിയായ, അപ്പൊ കർമ്മപരമായ ശർഇയ്യായ അഹ്കാമുകൾ, ഇവകളെ കൊണ്ട് അറിയലാണ് ഫിഖ്. ആ ഫിഖ് എങ്ങനത്തെ ഫിഖ് എന്തെന്ന്? അൽ മുക്തസബു മിൻ അദില്ലത്തിഹ തഫ്സീലിയത്തി, ആ അഹ്കാമുകളുടെ തഫ്സീലിയായ അദില്ലത്തുകളിൽ നിന്ന് പിടിക്കപ്പെട്ടത്. അങ്ങനത്തെ ഇൽമാണ് ആ ഇൽമ്. അപ്പൊ ആ ഫിഖിന്റെ ദലീൽ നടക്കുന്നത് ഏതാണ്? അദില്ലത്തു തഫ്സീലിയ, തഫ്സീലിയായ അദില്ലത്തിൽ നിന്ന് പിടിക്കുന്നത്. അങ്ങനത്തെ ആ ഫിഖ് അറിയുന്നതാണ് അമലിയും ശർഇയുമായ അഹ്കാമുകളെ കൊണ്ട് അറിയുന്ന സംഗതി. അതിനാണ് ഫിഖ് എന്ന് പറയുക. ഇതാണ് നമുക്ക് ഇന്ന് ചർച്ചക്കെടുക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്തു നോക്കാം. ബിൽ അഹ്കാമി എന്നില്ലോടത്ത് ഷാരി കൊടുത്ത ശറഅ് ബി ജമീഇൻ നസബി താമ്മതീന, ബി ജമീഇൻ നിസബി താമ്മതി, താമായ നിസ്ബ, താമായ ഒരു ബന്ധം, ആ താമായിരിക്കുന്ന നിസ്ബ മുഴുവൻ കൊണ്ട് എന്നാണ് ബിൽ അഹ്കാമീൻ എടുത്തിട്ടുള്ളത്. അപ്പൊ അഹ്കാമ് എന്ന് പറയുന്ന തഫ്സീർ കൊടുത്തത് ഇപ്പോ താമായ ഒരു നിസ്ബയുള്ള എല്ലാം കൊണ്ട് അറിയുക, അങ്ങനെയാണ്. അപ്പൊ ആ തഫ്സീർ ബിൽ അഹ്കാമിற்கு കൊടുക്കുമ്പോ ഒരുപാട് കാര്യപ്പെടെ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലേ? ഒന്നാമതായി മനസ്സിലാക്കാനുള്ളത് അൽ അഹ്കാമിന്റെ അലിഫിലാമ് ഇസ്തിഗ്റാഖിന്റെ അലിഫിലാമാണ്. അഹദിന്റെ അലിഫിലാമൊന്നും അല്ല, ഇസ്തിഗ്റാഖ്. എല്ലാം പെട്ടു അതില്. അത് ജമീഇ എന്ന് പറയുമ്പോ തന്നെ മനസ്സിലാക്കാം. പിന്നെ കൊടുത്തത് നിസ്ബത്തു താമ എന്നാ. നിസ്ബത്തു താമ എന്ന് പറയുമ്പോ മനസ്സിലാക്കണം എന്താ നിസ്ബത്തു താമ? രണ്ട് തെർഫ് അഥവാ മഅമൂല് മൗലൂഅ് എന്ന് പറഞ്ഞാൽ മഹ്കൂം അലൈഹി മഹ്കൂം ബിഹി, ഈ രണ്ട് തെർഫ്. അത് മുസ്ബത്തായിട്ടും വരാം മംഫിയായിട്ടും വരാം. ഇങ്ങനെയുള്ള രണ്ട് തെർഫിന്റെ ഇടയിൽ ഒരു താമായ നിസ്ബ ഉണ്ടാക്കും. ആ താമായ നിസ്ബ മഹ്മൂലിനെ മൗലൂവിന് സ്ഥിരപ്പെടുത്തലോ അല്ലെങ്കിൽ മഹ്മൂലിനെ മൗലൂവിന് സ്ഥിരപ്പെടുത്താതിരിക്കലോ, ഈ രൂപത്തിൽ നിസ്ബ വരാം. അപ്പൊ നിസ്ബ താമ മംഫിയിട്ടും മുസ്ബത്തായിട്ടുമുണ്ട് രണ്ട് തെർഫിന്റെ ഇടയിൽ. ഉദാഹരണമായി പറയാം, അസ്വലാത്തു, നിസ്കാരമാകുന്നത്, വാജിബത്തുൻ, അത് നിർബന്ധമാണെന്ന. സ്വലാത്ത് ഒരു തെർവ്, വാജിബത്തും വേറെ. അസ്വലാത്തു എന്ന് പറയുന്ന അതിപ്പോ എന്താണ്? മുബത്തതാണ്, മഹ്കൂം അലൈഹിയാണ്. അത് മഹ്കൂം അലൈഹി പറഞ്ഞപ്പോ എന്ത് പറയാ? മൗലൂ കിട്ടുക. അസ്വലാത്ത് മൗലൂ ആണ്, വാജിബത്തുൻ മഹ്മൂലാണ്, ഖബർ. ഇപ്പൊ അത് രണ്ടിന്റെ ഇടയിൽ നിസ്ബത്താമായി മുസ്ബത്താണ് അല്ലേ? ഇനി നമുക്ക് അതെന്നെ എടുക്കാം. എന്ത്? അസ്വലാത്തു, നമസ്കാരമാകുന്നത്, ലൈസ ബിവാജിബത്തിൻ,
അലൽ ഹാഇളി വന്നുഫസായി, ഹൈലുകാരി പ്രസവകാരി ഇവർക്കൊന്നും എന്തില്ല, നിസ്കാരം വാജിബില്ല. ഇവിടെ മഹമൂന്നെ മൗദൂന് ഇപ്പൊ എന്തില്ല, സുബൂത്താക്കിനെ നഫി ചെയ്തു. അപ്പൊ നിസ്ബത്താമുണ്ട്. നിസ്ബുത്താമ് മുസ്ബത്താവാം മംഫിയുമാവാം. ഇതാണ് ഇപ്പൊ നിസ്ബുത്താമ. ഈ നിസ്ബുത്താമ ഇവിടെ എടുത്തപ്പോ, നിസബുത്താമ ഇവിടെ എടുത്തപ്പോ എന്ത് മനസ്സിലാക്ക, അതിൽ പലതും പുറത്തു പോവാനുണ്ട്. ഏത് നിസ്ബ എന്ന് പറയുന്നതിൽ എന്തൊക്കെ പെടുന്നറിയോ? ഇലാഫിയായ നിസ്ബ ഇടുന്നുണ്ട്, അത് നാക്കിസായതാണ്, അത് വരാൻ പാടില്ല. ഇലാഫി ഉലാമു സെയ്ദിൻ എന്ന് പറഞ്ഞു, സെയ്ദിന്റെ അടിമന്ത്, അവിടെ നിസ്ബുണ്ട്. ഉലാമിനെ സെയ്ദിലേക്ക് ചേർത്തു, നിസ്ബന്യാ. താമായില്ല, പിന്നെന്തായത് നാക്കിസാണ്, അതിനെ താമെന്ന് കൊടുത്തത്. പിന്നെ ഇവിടെ മുത്തഖദ്ദിമായ ചില മാനകൾ ഉണ്ടാവും, അതായത് നിസ്ബ ഇല്ലാതെ ചില അർത്ഥങ്ങൾ ഉണ്ടാവും. അത് കൈത് വരും, കൈത് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഇവിടെ കൈത് കൊടുത്ത താമത്തിൽ കൈത് കൊടുത്ത വേറെ. അപ്പൊ നിസ്ബത്തു താമയല്ലാത്ത ചില മാനകൾ ഉണ്ടാവും. അത്തരം മാനകളെ കൊണ്ട് വിധി പറയാറുണ്ട്. ആ വിധി എന്തിനു പെടൂല, നിസ്ബയിൽ പെടൂല. അപ്പൊ നിസ്ബ എന്ന കൈത് കൊണ്ട് ഹുക്കുമും ബിൽ മആനി മുത്തഖദ്ദിമ പോയി, നിസ്ബയല്ലാത്ത. പിന്നെ തഖീദ് എന്നതുകൊണ്ട് എന്തുപോയി, തഖീദ് ബി താമ എന്ന് പറയാം, താമത്തിന്റെ കൈതുകൊണ്ട് നാക്കിസായത് പോയി. തൗസിഫിയത്തും പോയി, അതായത് വസ്ഫായിരിക്കുക, അൽ ഹയവാനാത്തിക്കുന്നൊക്കെ പറയും പോലെ. അപ്പൊ ഇങ്ങനെയുള്ളതായ നിസ്ബകളൊക്കെ പുറത്തു പോക്കാനാണ് ബിജമീഇൻ നിസബി താമത്തി എന്ന് അഹ്കാമിനെ കൊടുത്തത്. ഇതുകൊണ്ട് അറിയുക. എന്നാൽ ഈ അഹ്കാമുകൾ, ഈ പറയുന്ന താമായ നിസ്ബയുണ്ടല്ലോ, അത് ഏതായിരിക്കണം? അശറയ്യത്തി, ശറയ്യായിരിക്കണം. ശറഅ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ശറയ്യത്തിലേക്ക് ചേർത്തിട്ടാണല്ലോ പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം അൽ മൗഖൂദത്തി, പിടിക്കപ്പെട്ടത്. എന്തിൽ നിന്ന്? മിനശ്ശറഇ, ശറഇൽ നിന്ന് പിടിക്കപ്പെട്ടത്. എങ്ങനത്തെ ശറഅ്? അൽ മബ്ഊസി ബിഹി, ആ ശറഉമായി അയക്കപ്പെട്ടവര്. ആര്? അന്നബിയുൽ കരീം, എല്ലാം കൊണ്ടും മാന്യനായ നമ്മുടെ മുത്ത് കണ്ണിലുണ്ണിയായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ശറഉമായി നിയോഗിക്കപ്പെട്ടു. അങ്ങനെ നിയോഗിക്കപ്പെട്ടതായ ശറഅ് അതിൽ നിന്ന് പിടിക്കപ്പെട്ടത് എന്നതാണ് ശറഇന്റെ അർത്ഥം. അങ്ങനത്തെ അഹ്കാമുകളെ കൊണ്ടറിയുക. പിന്നൊന്നും കൂടി കൊടുക്കാണ്ടല്ല, അമലിയത്തി, അമലിയായത് എന്നുണ്ട്. എന്താ അമലിയത്തിന്റെ അർത്ഥം വെക്കേണ്ടത്? അയൽ മുതഅല്ലിഖതി ബി കൈഫിയത്തി അമലിൻ ഖൽബിയിൻ ഔ ഗൈരിഹി. അമൽ രണ്ടുണ്ടല്ലോ, ഖൽബിയായ അമലുണ്ട്, ഖൽബി അല്ലാത്ത അമലുമുണ്ട്. അപ്പൊ ഖൽബിയായോ ഖൽബി അല്ലാത്ത അമലിന്റെ രൂപം, കൈഫിയത്ത്, അതുമായി ബന്ധപ്പെട്ടതിനാണ് അമലിയത്ത്. അപ്പോ അമല് അത് ഖൽബിയാവട്ടെ എന്താവട്ടെ, അമലുമായി കർമ്മവുമായി ആ കർമ്മത്തിന്റെ രൂപവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ശറഇന് പിടിക്കപ്പെട്ടതായ അഹ്കാമുകൾ കൊണ്ടുള്ള അറിവാണ് ഫിഖ്. ഇവിടെ ഖൽബിയായ അമലും പറഞ്ഞു ഷാരിഹ്, അല്ലാത്ത അമലും ഉണ്ടല്ലോ. ഉദാഹരണം പറയണം. നമുക്ക് ഉദാഹരണത്തിലൂടെ പഠിപ്പിച്ചു തരുവാണ് ഷാരിഹ്, ബഹുമാനപ്പെട്ട മുസന്നിഫ് അവിടെ മത്നുമിൽ നിന്ന് കിട്ടുന്നത്. നോക്കിക്കോക്കൽ ഇൽമി ബി അന്നനിയത ബിൽ വുളൂഇ വാജിബത്തുന്ന, വുളൂഇൽ നിയത്ത് വാജിബാണ്. അപ്പം ഇതൊരു ഹുക്കുമാണ്, ഖളിയ കൂട്ടിയല്ലോ, അതൊരു ഹുക്കുമാണ്. അപ്പൊ ഇവിടെ നിസ്ബയും താമായും ഒക്കെയായി, ശറയുമാണ്, അത് അമലിയാണ്. അതിനപ്പോ ഉദാഹരണം എന്താ അമലിയാണത്? ഖൽബിയെ, ഖൽബിലുള്ള നിയ്യത്ത് ഉണ്ടാവും. അതിന്റെ ഉദാഹരണമാണ് നിയ്യത്തു ബിൽ വുളൂഇ വാജിബ എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഖൽബി അല്ലാത്തത് കർമ്മമായിട്ട് വരണം, അവയവങ്ങളെ കൊണ്ട് ചെയ്യേണ്ടത്. അന്നൽ വിത്ര മന്ദൂബൻ, ഇത് ശറഇയാണ്, മാത്രമല്ല നിസ്ബത്താമുമാണ്, ഒക്കെയാണ്. അമലിയായി, അമലി ഏതാണ്? ഖൽബിയല്ല, മറ്റു അവയവങ്ങളൊക്കെ പാടെ കൂടി ചെയ്യുന്നൊരു കർമ്മം, തടി കൊണ്ട് ചെയ്യുന്നത്, അത് വിത്റാണല്ലോ, അത് മന്ദൂബാണ്. ഇങ്ങനെ ഖൽബി അല്ലാത്തതിനും ഖൽബിയും ഒക്കെയായ അമലുണ്ട്. ഇവയുടെ രൂപം എങ്ങനെയാണെന്ന് അറിയാനാണ് അമലിയത്ത് കൊടുത്തത്. അതിലേക്ക് നിസ്ബ ചെയ്തിട്ടാണ് പറഞ്ഞത്. ഇനി അൽ മുക്തസബൂന, ആ ഇൽമ് എന്തെന്ന്, ദാലിക്കൽ ഇൽമൂന, ആ ഇൽമിനെ എടുക്കപ്പെടുന്നത് എവിടുന്നാ? മിൻ അദില്ലതിഹ തഫ്സീലിയത്തി, ആ അഹ്കാമുകളുടെ തഫ്സീലിയായ ദലീലുകളിൽ നിന്നാണ് അതിനെ പിടിക്കപ്പെടുക. മിൻ അദില്ലതിഹ തഫ്സീലിയത്തി എന്നതിന്റെ വ്യാഖ്യാനം എങ്ങനെ വെക്കണം? ഐ മിനൽ അദില്ലത്തി തഫ്സീലിയത്തിൽ അഹ്കാമീനായി,
അപ്പൊ എന്താ ഇവിടെ അതില്ലത്ത് എന്നതിനെ ഹായിലേക്ക് ഇലാഫത്ത് ചെയ്തു, തഫ്സീലിയത്തിയുടെ സിഫത്തും കൊണ്ടുവന്നു. അപ്പൊ എന്താക്കണം, ഹ എന്ന ലമീർ മടക്കേണ്ടത് അഹ്കാമിലേക്കാണെന്ന് അറിയിച്ചു. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാ, മിനൽ അതില്ലത്തി തഫ്സീലിയത്തിൽ അഹ്കാമി. അപ്പൊ ഇവിടുത്തെ ഇലാബത്ത് എന്താണെന്ന് കൂടി തിരിഞ്ഞു. ലാമിന്റെ അർത്ഥത്തിന് ഇലാബത്ത്, മിന്നിന്റെ അർത്ഥം മാറലൊന്നുമല്ല, ലാമിന്റെ അർത്ഥം കൂടിയായി. അതാണല്ലോ മിനൽ അതില്ലത്തി തഫ്സീലിയത്തിൽ അഹ്കാമികൾക്ക് മനസ്സിലാകുക. അപ്പൊ അഹ്കാമിനുള്ള തഫ്സീലിയായ ദലീലുകളിൽ നിന്ന് പിടിക്കപ്പെട്ട ഇൽമ്. ഇങ്ങനെയാണ് ആ മത്തിനിന്റെ ആ നിർവചനത്തിന്റെ വ്യാഖ്യാനം അവിടെ കഴിഞ്ഞു. ഇനി ഒരുപാട് കൈതുകൾ കൊടുത്തുകൊണ്ടാണ് ഇവിടെ മുസന്നിഫ് അവറുകൾ തയ്യാറി പറഞ്ഞിട്ടുള്ളത്. ആ കൈതുകൾ പറയുമ്പോൾ ചിലതൊക്കെ പുറത്തു പോവാനുണ്ട്, ജാമ്യം മാന്യം ആവണ്ടേ. ഫഖറജ, അപ്പോൾ പുറത്തുപോയി. ബി ഖൈദിൽ അഹ്കാമി, അഹ്കാമ് എന്ന് കൈത് കൊടുത്തു അല്ലെ. അൽ ഇൽമു ബിൽ അഹ്കാമി, ഈ അഹ്കാമ് എന്ന കൈത് കൊണ്ട് പുറത്തുപോയി. അൽ ഇൽമു ബി ഗൈരിഹ, അഹ്കാമ് അല്ലാത്തത് പുറത്തുപോയി. കാരണം ഫിഖ്ഹു, ഫിഖ്ഹാകുന്നത് അൽ ഇൽമു എന്ന് പറഞ്ഞു വെക്കുകയാണെങ്കിൽ വരുമല്ലോ. ഇൽമു എന്നതുകൊണ്ട് എല്ലാ ഇൽമും അതിൽ വരും. അപ്പൊ എല്ലാ ഇൽമും അല്ല ബിൽ അഹ്കാമി, അഹ്കാമുകളെ കൊണ്ടുള്ള ഇൽമ്. അപ്പൊ അഹ്കാമ് കൊണ്ടുള്ള ഇൽമു എന്ന് പറയുമ്പോ അഹ്കാമല്ലാത്ത ഏതെല്ലാം ഇൽമു കൊണ്ടൊക്കെ പുറത്താണ്. അതല്ലാത്തത് എന്തിനാലാണ്? മിനദ്ദവാത്തി വസിഫാത്തി, ദാത്തുകളും സിഫാത്തുകളും ഇവളൊക്കെ അറിവുണ്ട്. ആ അറിവൊന്നും അഹ്കാമിന്റെ അറിവല്ല. ഉദാഹരണം പറയാം, തസവ്വുറിൽ ഇൻസാനി, ഇൻസാനെ തസവ്വുറാക്കുക, ഇൻസാൻ എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കുക. അവിടെ ഹുക്കുമൊന്നുമില്ല, അവിടെ ഒരു ദാത്തിനെ കുറിച്ച് പരിചയപ്പെടുകയാണ്. വൽ ബയാൽ, വെളുപ്പ് എന്താണ്, അവിടെ വർണ്ണം മനസ്സിലാക്കലാണ്. അവിടെ അറിവുണ്ട്, പക്ഷെ ഹുക്കുമുകളെ കൊണ്ടല്ല. അപ്പൊ ഇൽമു ബിൽ അഹ്കാമി എന്ന് പറയുമ്പോ ഈ ഇൽമൊക്കെ പുറത്തുപോയി. ആ കൈത് കൊണ്ട് മറ്റൊക്കെ പുറത്തുപോയി. ഇനി മറ്റൊരു കൈത് രണ്ടാമത് കൊടുത്തത് ഒബി ഖൈദി സറഇയ്യതീന, സറഇയായ ഹുക്കുമുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. സറഇയായ ഹുക്കുമ് എന്ന് പറയുമ്പോൾ ആ സറഇ എന്ന കൈത് കൊണ്ട് പുറത്തുപോയി. എന്തുപോയി? അൽ ഇൽമു ബിൽ അഹ്കാമിൽ അഖ്ലിയ്യത്തി വൽ ഹിസ്സിയ്യ. അങ്ങനെയുണ്ട് വിധികളെ. സറഇയായ അഹ്കാം മാത്രല്ല, അഹ്കാമിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ അത് ശരിയാകാ. ആ അഹ്കാമിന് അർത്ഥം കൊടുത്തത് ബി ജമീഇൻ നിസ്ബി താമാന, താമായ നിസ്ബ എന്നാണ് അഹ്കാം. അപ്പോഴേ ഹുക്കും ഉണ്ടാകുള്ളൂ. നിസ്ബ വേണം, അത് താമാവുകയും വേണം. അപ്പൊ താമായ നിസ്ബ സറയിലുമുണ്ട്, സറയി അല്ലാത്തതിലുമുണ്ട്. അതുകൊണ്ടാണ് മുസന്നിഫ് സറഇയ എന്ന് കൈത് കൊടുത്തു. ആ സറഇയ എന്ന കൈത് കൊടുത്തതിന്റെ ഉദ്ദേശം ഇത് പുറത്തു പോകണം. ഏത്? അൽ ഇൽമു ബിൽ അഹ്കാമി അൽ അഖ്ലിയ്യത്തി വൽ ഹിസ്സിയ്യത്തി. ഹിസ്സി, അഖ്ലി എന്ന് പറയുന്ന ഹുക്കുമുകളുണ്ട്. അത്തരം ഹുക്കുമുകളെ കൊണ്ടുള്ള ഇൽമുമുണ്ട്. അത് ഏതിൽ പെടൂല? അൽ ഇൽമു ബിൽ അഹ്കാമി എന്ന് പറയുമ്പോ പെടൂല, സറഇ കൊടുത്തതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് പുറത്തുപോയി. അപ്പോ അഖ്ലിയായിരിക്കുന്ന ഹുക്കുമുകളുണ്ട് എന്ന് പറഞ്ഞ ഉദാഹരണം, അതിന്റെ ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയാം. കൽ ഇൽമി ബി അന്നൽ വാഹിദ നിസ്ഫുൽ ഇസ്നൈനി, 2 എന്ന് പറയുന്ന സംഖ്യ 2 എന്നതിന്റെ പകുതി 1 അത് ശർഈയായ തെളിവാണോ? അല്ല. പിന്നെന്താണത്? അഖ്ല്, ബുദ്ധി തീരുമാനിച്ചതാണ്. അപ്പോ 1 2ന്റെ പകുതിയാണ്. നിസ്ബത്താമാണ്. ഹുക്കും അവിടെ ഉണ്ട്, അറിവുണ്ട്. പക്ഷെ അഖ്ലിയായ ഹുക്കുമാണുള്ളത്. ആ അഖ്ലിയായിരിക്കുന്ന ഹുക്കുമുള്ള അറിവ് വന്നപ്പോൾ എന്തിൽ പെട്ടില്ല? ശർഈയിൽ പെട്ടില്ല. അപ്പോൾ ആ താരിഫിന് പുറത്തുപോയി. ഇത് അഖ്ലിയ. അപ്പൊ ഈ ഇസ്യക്കും വേണ്ട ഉദാഹരണം പറയാം. അന്നന്നാറ മുഹരിഖത്തുൻ എന്നതുകൊണ്ടറിയും പോലെ, നാറ് മുഹരിഖത്തുൻ, കരിച്ചു കളയുന്നതാണ്. അതിന് ശർഈന്റെ തെളിവ് വേണ്ട. അത് അഖ്ൽ തീരുമാനിക്കുന്നില്ല. കണ്ടാൽ തന്നെ മനസ്സിലാവും, തൊട്ടാൽ തന്നെ അറിയില്ലത് തീ കരിച്ചു കളയുന്നതാണെന്ന്. അത് ഹിസ്സിയാണ്. അപ്പൊ ഇവിടെ ഹിസ്സിയായിരിക്കുന്ന നിസ്ബത്താമായതോടുകൂടി അറിവുണ്ട്. ആ അറിവുണ്ടെങ്കിലും ആ വിധി കൽപ്പിച്ചത് ഹിസ്സിയായതുകൊണ്ട് ശർഈ അല്ല. അപ്പൊ ശർഈ എന്ന് പറയുന്ന ഖൈദ് കൊണ്ട് ഹിസ്സി അഖ്ലിയ എന്ന ഹുക്കുമുകൾ പുറത്തുപോയി. പിന്നൊരു ഖൈദ് കൊടുത്തു. അപ്പൊ ഖൈദിൽ അമലിയ്യത്ത് ഖൈദ് കൊടുത്തിട്ടുണ്ട്. ആ ഖൈദ് കൊണ്ട് എന്തൊക്കെ പോവണം? അൽ ഇൽമു ബിൽ അഹ്കാമി ശർഈയത്തി അൽ ഇൽമിയ, അങ്ങനുണ്ട്. അപ്പൊ ശർഈയായ ഹുക്കുമുകളിൽ എന്തുണ്ട്?
അമലി അല്ലാത്തതുണ്ട് എന്ന് അറിയുന്നുണ്ടല്ലോ, അതിനാണ് അമലിയത്ത് കൊടുത്തത്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ശർഈയായ ഹുക്കുമുകൾ കൊണ്ടറിയുക. എങ്ങനത്തെ ശർഈ? അൽ ഇൽമിയായ ശർഈയായ ഹുക്കുമുകള്. ഇൽമിയുടെ അർത്ഥം അയൽ ഇത്തിഖാദിയത്തി, വിശ്വാസം. അപ്പൊ ഇൽമിയക്ക് ഇത്തിഖാദ് അർത്ഥമുണ്ട്, ഉറപ്പല്ലേ? ഇത്തിഖാദ് തന്നെ ഉറപ്പിക്കലാണല്ലോ, അത് ഖൽബിലാ. അപ്പൊ ഇത്തിഖാദിയത്ത് എന്നാണ് ഇൽമിയത്ത്. അങ്ങനെ ഇത്തിഖാദിയായ ശർഈയായ വിധികളുണ്ട്. ആ വിധികളെ കൊണ്ടും ആ ഹുക്കുമുകളെ കൊണ്ടുള്ള അറിവ് എന്ന് പറയുന്നുണ്ട്. അതും അമലിയത്ത് എന്ന് കൈത് കൊടുത്തപ്പോ ആ തരീഫ് നോക്കെ പുറത്തു പോയിട്ടാണ് ഇപ്പോ ഫിഖ്ഹിന്റെ തരീഫ് റെഡിയാക്കിയത്. അതിപ്പോ ഏതുപോലെയാണ്? കൽ ഇൽമി ബി അന്ന അല്ലാഹ വാഹിദുൻ, അല്ലാഹു തആല ഏകനാണ്. വ അന്നഹു യുറാ ഫിൽ ആഖിറതി, അല്ലാഹു തആലയെ ആഖിറത്തിൽ വെച്ചിട്ട് എന്താകും? കാണപ്പെടും. ഇതിപ്പോ ഒരറിവാണ്. അവിടെ ഹുക്കുമുണ്ട് എന്ന് പറഞ്ഞാൽ താമായ നിസ്ബയുണ്ട്, ശറയ്യുമാണ് അക്കാര്യം. പക്ഷെ ഇത്തിഖാദിയായി അമലിയല്ല. അപ്പൊ അതുകൊണ്ട് അമലിയ എന്ന കൈതുകൊണ്ട് അതും പുറത്തു പോയി. പിന്നെ ഒരു കൈതും കൂടിയും കൊടുത്തിട്ടുണ്ടല്ലോ. ഒബി കൈദിൽ അൽ മുക്തസബു എന്ന് കൊടുത്തിട്ടുണ്ട്. ആ ഇൽമ് എങ്ങനത്തെ ഇൽമാണ്? അൽ മുക്തസബു, പിടിക്കപ്പെട്ടതാ. ആ മുക്തസബ് എന്ന് കൊടുക്കുമ്പോ ഇവിടെ മറ്റു പോകുന്നുണ്ട്. ഏതിൽ പുറത്തുപോയി? ഇൽമുല്ലാഹി വ ജിബ്രീല വന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിമാ ദുകിറ, പറയപ്പെട്ടത് കൊണ്ടൊക്കെ അള്ളാഹ്ക്ക് ഇൽമുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാമിന് ഇൽമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഇൽമുണ്ട്. പക്ഷേ ആ ഇൽമൊന്നും മുക്തസബല്ല. അള്ളാന്റെ ഇൽമു അള്ളാന്റെ ദാത്ത് തന്നെയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിന് അള്ളാഹു തആല കൊടുത്തു, ജിബ്രീൽ വന്ന് നബിക്കും കൊടുത്തു. അല്ലാതെ മുക്തസബായിരിക്കുന്ന ഇൽമൊന്നുമല്ല ഇൽമ്. അപ്പൊ ആ ഇൽമു പുറത്തു പോവണമെങ്കിൽ മുക്തസബ് കൊടുക്കണം. അപ്പൊ ആ മുക്തസബു എന്ന കൈത് കൊടുത്തു. 1, 2, 3, 4 കൈതായി. ഇനിയുമുണ്ട് കൈത്. എന്താ കൈത്? തഫ്സീലിയത്തി എന്ന് കൊടുത്തിട്ടുണ്ട്. തഫ്സീലിയ എന്ന് പറയുമ്പോൾ അതിന് പുറത്തു പോകാനുണ്ട്. അൽ ഇൽമു ബിദാലിക, അഥവാ എന്ത്? അൽ ഇൽമു ബിൽ അഹ്കാമി ശർഈയത്തിൽ അമലിയത്തിൽ മുക്തസബു എന്ന് വെച്ചിട്ട് പിന്നെന്ത് പറയാ? അതൊക്കെ വന്നിട്ട് പിന്നെ തഫ്സീലിയ പറയാൻ പോകേണ്ട ഇൽമ്. അതുവരെ മുക്തസബ് വരെ എത്തി. പക്ഷേ ദല്ല് തഫ്സീലിയല്ല, അതില്ലത്ത് തഫ്സീലിയല്ല. അപ്പൊ ഏത് ഇൽമു പോയി? അൽ മുക്തസബുൽ ഖിലാഫി, ഖിലാഫിയായിരിക്കുന്ന മസ്അലയെ ഉണ്ടാക്കുന്നത് അത് പുറത്തു. അതൊരറിവ് തന്നെയാണല്ലോ. ശർഈയാണ്, അമലിയാണ്, ഹുക്ം അവിടെ ഉണ്ട്, മുക്തസബുമാണ്. പക്ഷേ തഫ്സീലിയല്ല. ആ മുക്തസബ് ഉണ്ടാക്കിയത് ഖിലാഫിയെയാണ്. എന്തിൽ നിന്ന് ഖിലാഫിയെ ഉണ്ടാക്കി തരുന്നു? മിനൽ മുഖ്തലി വന്നാഫി, അവിടെ ഒരു വിധി ഉണ്ടെന്ന് സ്ഥാപിക്കുന്ന മുഖ്തലി, ഇല്ലെന്ന് സ്ഥാപിക്കുന്ന നാഫി. ഇത് രണ്ടിൽ നിന്നും ഖിലാഫല്ലേ വരിക? ഒന്ന് സ്ഥാപിക്കുന്നു, ഒന്ന് നിഷേധിക്കുന്നു. ഇങ്ങനെ വരുമ്പോ ഖിലാഫുണ്ട്. ഇങ്ങനെ മുഖ്തലിയെന്നും നാഫിയെന്നും ഖിലാഫിനെ ഉണ്ടാക്കി തരുന്ന അറിവ്, ആ അറിവ് തഫ്സീർ കൊണ്ട് പുറത്തുപോയി. എങ്ങനത്തെ ഖിലാഫി? അൽ മുസ്ബിത്ത് ബിഹിമാ, മുഖ്തലി കൊണ്ടും നാഫി കൊണ്ടും സ്ഥിരപ്പെടുത്തി തരുന്നത്. എന്തിനേമാ? ഒന്നിനെ. യൗഖുദുഹു, ആ ഒന്നിനെ എന്ത് ചെയ്യും? ഇവൻ പിടിക്കും. ആരിന്ന് പിടിച്ചെടുക്കും? മിനൽ ഫഖീഹി, ഒരു ഫഖീഹിൽ നിന്ന് പിടിച്ചെടുക്കും. എന്തിനാണ് ഇത് മുസ്ബിത്താക്കുന്നത്? ലിയഹ്ഫദഹു, അതിനെ അവൻ സൂക്ഷിക്കാൻ വേണ്ടി. എന്തിനെ തൊട്ട്? അന്നിബ്താരി ഖസ്മിഹി, അവനോട് തർക്കിക്കാൻ വരുന്ന ആളുണ്ടാകും. അവൻ തർക്കിക്കുമ്പോൾ അവന്റെ തർക്കത്തെ ബാത്തിലാക്കണം. ആ ബാത്തിലാക്കലിനെ തൊട്ടിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മുസ്ബിത്താക്കുന്നത്. ആ മുസ്ബിത്ത് ഉണ്ടായിത്തീരുന്നത് ഇതിനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനത്തെ ഖിലാഫിനെ ഉണ്ടാക്കി തീർക്കുന്ന ഇൽമുണ്ട്. ആ ഇൽമ് നമ്മൾ പറയുന്ന ഫിഖ്ഹിന്റെ നിർവചനത്തിൽ വരൂല, അത് പുറത്തു പോവണം. ഫഇൽമുഹു, അപ്പോൾ ഒരു ഫഖീഹ് നിന്ന് തഖ്ലീദ് ചെയ്ത ആൾ എടുത്ത അറിവ്. മസലൻ, ഉദാഹരണം പറയാ, ബി വുജൂബിൻ നിയ്യത്തി ഫിൽ വുളൂഇ, നീയത്തിൽ വുളൂഇൽ നീയത്ത് വുജൂബാണ് എന്ന് പറഞ്ഞു അല്ലേ? ആണ്. അത് മുക്തസബാണ്, ശർഈയാണ്, അമലിയുമാണ്, ഒക്കെയാണ്.
അവിടെ ഒരു അറിവുണ്ട്. വുളൂഇൽ നിയ്യത്ത് വുജൂബാണ് എന്ന് പറഞ്ഞു. അത് പറഞ്ഞ എന്തിനാ? ലി വുജൂദിൽ മുഖ്തദി, അത് വുജൂബാണ് എന്നതിനെ തേടുന്നവിടെ ഉണ്ട്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പറയാ ഔ ബി ആദിമി വുജൂബിൽ വിത്തിരി, ഒരറിവ് ഇങ്ങനെ, എങ്ങനെ വിത്തർ നിർബന്ധമില്ല എന്ന്, വിത്തർ നിർബന്ധമില്ല എന്ന് പറയാം. വിത്തർ നിർബന്ധമില്ല എന്ന് പറയാൻ കാരണം ലി വുജൂദിൻ നാഫി, അത് നഫി ചെയ്യാൻ പറ്റുന്ന ഇല്ലത്തവിടെ ഉണ്ട്, അതുകൊണ്ടാണ്. ഇപ്പൊ ഒരു നാഫിയും വന്നിവിടെ ഒരു മുഖ്തദിയും ഉണ്ടായി. അമലിയാണല്ലോ ഇവിടെ ഉണ്ടാക്കി തീർത്തത്. തെരീരിപ്പ് എന്താണ്? ഖിലാഫിനെ ഉണ്ടാക്കി തീർത്ത്, ഖിലാഫിയായ മസലയായി. ഇങ്ങനെ ഖിലാഫിനെ ഉണ്ടാക്കി തീർക്കുന്ന ഇൽമ്, ഇതൊരു അറിവ് തന്നെയാണ് അയക്കാമ കൊണ്ട്. പക്ഷെ അത് ഫിഖിന്റെ തെരീവിൽപ്പെടില്ല. ലൈസ മിനൽ ഫിഖി. ഇങ്ങനെ ഖിലാഫിനെ കുറിച്ച് അറിയുന്ന ഈ അറിവുണ്ടാക്കി തീർന്ന ഈ അറിവുണ്ടല്ലോ, അത് ഫിഖിൽ പെട്ടതല്ല. അപ്പൊ അത് ഫിഖിനെ തൊട്ട് പുറത്തുപോയി. ഇപ്പൊ എന്തായി തരീഫ്? അപ്പൊ വൽ ഫിഖ്ഹു, ഫിഖ് എന്ന് പറഞ്ഞാൽ അൽ ഇൽമു ബിൽ അഹ്കാമി, താമായ നിസ്ബ മുഴുവനും അറിയാൻ പറ്റുന്ന ഹുക്കും ഏതൊക്കെ ഉണ്ടോ അതൊക്കെയാ. എങ്ങനത്തെ ഹുക്കും? ശറഈയായ ഹുക്കുമായിരിക്കണം, അത് മറ്റുള്ളതൊന്നും പറ്റൂല. പിന്നെന്തായിരിക്കണം? അമലിയായിരിക്കണം. അപ്പൊ വിശ്വാസമൊന്നും അതിൽ വരൂല. അതുപോലെ തന്നെ ശറഈ അല്ലാത്തതൊന്നും വരൂല, ഹുക്കും അല്ലാത്തതൊന്നും വരൂല. വൽ മുക്തസബു, അതിനെ കസ്ബ് ചെയ്യപ്പെടുന്നത് വേണം. അപ്പൊ കസ്ബ് ചെയ്യപ്പെടാത്ത അൽമു പെടൂല. ദലീലോ തഫ്സീലിയായിരിക്കണം. അപ്പൊ തഫ്സീലി അല്ലാത്ത ദലീൽ കിട്ടുന്ന എൽമും പറ്റൂല. ഇതെല്ലാം പുറത്തു പോക്കിയിട്ട് 1, 2, 3, 4, 5 കൈത് കൊടുത്തത് എന്തിനാ? ഫിഖിന്റെ നിർവചനത്തിൽ ഇതൊക്കെ പുറത്തു പോകാനാ. ഇതെല്ലാം പുറത്തു പോയിട്ട് നിൽക്കുന്ന തരീഫ് ഉൾക്കൊണ്ടതാണ് ഫിഖ്. അതിവിടെ ശരിയാക്കി കഴിഞ്ഞു. ഇനി ഇവിടെ നമുക്ക് വേറെ ചർച്ച വരാനുള്ളത്, ഇവിടെ ഒൽ ഫിഖു എന്ന് പറഞ്ഞിട്ട് അൽ ഇൽമു എന്നാണ് ഇബാറത്തിട്ട് കൊടുത്തത്, അത് ചർച്ച ചെയ്യാണ്ട്. അബ്ബറു ഉസൂലിയാക്കൾ ഇബാറത്തിട്ടു അലിൽ ഫിഖി, ഫിഖിനെ തൊട്ട് ഹുന, ഇവിടെ ഫിഖിന് തരീവ് അറിയുന്നിടത്ത് ബിൽ ഇൽമി എന്നാ കൊടുത്തിട്ടുള്ളത്. എന്താണത്? എന്താ അങ്ങനെ ചർച്ച വരാൻ കാരണം? അത് വരണം. ഇൽമും ഫിഖും, ഫിഖിന്റെ കാര്യം മനസ്സിലാക്കുമ്പോഴേ ഉള്ളൂ ഇൽമു കൊണ്ട് ഇബാറത്തിട്ട് കുട്ടൻസ് മനസ്സിലാകുക. ആ ചോദ്യം എന്താണ്? ഇൻകാന, ഈ ഫിഖ് എന്നുള്ളത് ആയാലും എന്തായി? ലന്നീയത്തി അതില്ലത്തിക്ക്, ഫിഖിനെ കണ്ടെത്തിയതായിരിക്കുന്ന ദലീലുകൾ ലന്നീയാണ്. അങ്ങനെ ലന്നീയായതിന് വേണ്ടി ഈ ഫിഖ് എന്തായി? ലന്നായല്ലോ. അങ്ങനെ ലന്നാണ് ഫിഖ്. എന്നാലും പോലും ഫിഖിനെ തൊട്ട് ഇവിടെ ഇൽമി എന്നുകൊണ്ട് ഇബാറത്തിട്ടു. ഇത് എവിടുന്ന് കിട്ടി? ഇൻകാനലിൽ ലന്നീയത്തി അതില്ലത്തി ലന്നെന്നുള്ളത് കമാസയത്തി തബീർ ബി അൻഹു, ഫിഖിനെ തൊട്ട് അങ്ങനെ ഒരു ഇബാറത്ത് തന്നെ ഇട്ട് വരുന്നുണ്ട്. എവിടെ? കിതാബ് തബീർ ഇട്ടത് വന്നതുപോലെ ഫി കിതാബിൽ ഇജ്തിഹാദി, അങ്ങനല്ല, അവിടുക്കല്ല. ഫിഖിനെ തൊട്ട് ഇൽമി എന്നുകൊണ്ട് ഇബാറത്തിട്ടുണ്ട്. എവിടെ? കിതാബുൽ ഇജ്തിഹാദില്. അപ്പൊ ആ കിതാബുൽ ഇജ്തിഹാദിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഫിഖിനെ തൊട്ട് ഇൽമി എന്നൊരു ഇബാറത്തിട്ടുണ്ട്. ആ ഇബാറത്തിട്ടതിൽ വന്നതുപോലെയാണ് ഇവിടെയും കൊടുത്തത്. ഇങ്ങനെ ഒരു ഇൽമു കൊടുത്തുകൊണ്ട് ഫിഖിനെ തൊട്ട് ഇബാറത്തിടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ലി അന്നഹു, നിശ്ചയമായിട്ടും ഈ ഫിഖ് എന്ന് പറയുന്നത് ലന്നുൽ മുജ്തഹിദി, ഒരു ഗവേഷണത്തിന് പറ്റുന്ന ഗവേഷണ യോഗ്യനായ പണ്ഡിതന്റെ ലന്നാണുള്ള ഫിഖ്. അല്ലതി, എങ്ങനത്തതായ ഫിഖ് ഹുവ, അത് ലി ഖുവ്വത്തിഹി, ആ ലന്ന് ഉണ്ടല്ലോ. എങ്ങനത്തെ മുജ്തഹിദ് ചോദിച്ചാൽ ആ മുജ്തഹിദിന്റെ ലന്ന് ലി ഖുവ്വത്തിഹി, ആ മുജ്തഹിദിന്റെ ലന്ന് ശക്തി ഉണ്ടായതുകൊണ്ട്, അതായത് മുജ്തഹിദിന്റെ ലന്നാണ്. എങ്ങനത്തെ ലന്ന്? ഹുവ, ആ ലന്ന് ലി ഖുവ്വത്തിഹി, അത് നല്ല ശക്തിയുണ്ട്. അപ്പൊ ആ ലന്നിന് ഖുവ്വത്തുണ്ടായത് കൊണ്ട്, കാരണം ശക്തി വരണം. ഈ ഗവേഷകൻ ദലീലൊക്കെ പരിശോധിച്ചിട്ട് കിട്ടിയ കർമ്മവിധിയാണത്. അത്രയും അധ്വാനിച്ച് കിട്ടുമ്പോ അതൊരു ഖുവ്വത്ത് തന്നെയാണ്. ആ ഖുവ്വത്തിലേക്ക് എത്തിയത് കൊണ്ട് എന്തിട്ടു? വരും കരീമും ഇൽമ്. അപ്പൊ ആ ലന്നി എന്തിനോട് അടുക്കുന്നുണ്ട്? ഇൽമിനോട് അടുക്കുന്നുണ്ട്, ഖുവ്വത്തില്. ആ നിലക്ക് നോക്കുമ്പോ ഖുവ്വത്തുണ്ടല്ലോ. അപ്പൊ ആ നിലക്ക് നോക്കി ഫിഖിനെ തൊട്ട് ഇൽമ് എന്നതുകൊണ്ട് ഇവിടെ ഇബാറത്ത് ന്യായമായല്ലോ എന്നാ. പിന്നെ കൗലുൽ മുറാദി ബിൽ അഹ്കാം, അങ്ങനെയുള്ള കണ്ടത്. അഹ്കാമുകളെ കൊണ്ടുദ്ദേശിക്കപ്പെട്ടത് ജമീഅഹ, അവകൾ മുഴുവനും എന്നല്ലേ? അഹ്കാമ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടത് മുഴുവനും എന്നാ.
അഹ്കാമുകൾ മുഴുവനും ആവുക എന്നതാണ് അഹ്കാമ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അങ്ങനെ ആവുക എന്നുള്ളത് ലാ യുനാഫിഹി, അങ്ങനെ ആകുന്നതിനോട് എതിരല്ല. ഇവിടെ സംശയം വരാൻ കാരണം ഫിഖ്ഹിന് നമ്മൾ തൈരി പറഞ്ഞ കൂട്ടത്തിൽ അൽ ഇൽമു ബിൽ അഹ്കാമി എന്ന് വെച്ചു. ബിൽ അഹ്കാമിന് ജമീഇൻ തഫ്സീർ ഇട്ടും ചെയ്തു. അപ്പൊ എല്ലാ അഹ്കാമുകളെ കൊണ്ടും അറിയണമെന്നല്ലേ ആണല്ലോ. അങ്ങനെ വരുമ്പോ ഇമാം മാലിക് റളിയല്ലാഹു തആല മുജ്തഹിദായിരിക്കെ മൂപ്പരുടെ കൗലുണ്ട്. ആ കൗലിവിടെ കൊണ്ടുവന്നിട്ട് അത് എതിരല്ലാതെ വരുത്താനാണ് പറയുന്നത്. ലാ യുനാഫിഹി, എല്ലാ ഹുക്കുമുകളെ കൊണ്ടും അറിയണമെന്ന് വരുമ്പോ ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ കൗല് എതിരല്ലേ? അല്ല, അതല്ല എന്ന് വരുത്താൻ സാരി. ലാ യുനാഫിഹി, അങ്ങനെ ആവുക എന്നോട് എതിരാകൂല. എന്ത് കൗലു മാലിക്കിൻ, മാലിക് റളിയല്ലാഹുവിന്റെ കൗല് വാക്ക്. ആരാ മാലിക് റളിയല്ലാഹു അൻഹു? മിൻ അകാബിരിൽ ഫുഖഹാഇ, ഫിഖ് കണ്ടെത്താൻ പറ്റുന്ന ഗവേഷണ യോഗ്യ സർത്തോത്ത എല്ലാ നിലയിലും വന്ന മഹാനല്ലേ. ആ മഹാനായ മുജ്തഹിദായിരിക്കുന്ന ഫുഖഹാകളുടെ കൂട്ടത്തിൽ അഗ്രഗണ്യനാണ് മാലിക് ഇമാം. ആ മാലിക് ഇമാം റളിയല്ലാഹുവിന്റെ വാക്കുണ്ട്. എന്താ വാക്ക്? എവിടെയാ? ഫീ 36 മസ്അല, 36 മസ്അലയിൽ. എവിടുന്ന്? മിൻ 40, 40ഓളം മസ്അല ഉണ്ടായിരിക്കെ 40 മസ്അലയിൽ നിന്ന് 36 മസ്അലയിൽ. എപ്പോ? സുഇല അൻഹ, ആ 36 മസ്അലയെ കുറിച്ച് ചോദിക്കപ്പെട്ടു മഹാനവറുകളോട്. അങ്ങനെ ചോദിക്കപ്പെട്ടപ്പോൾ ആ 36 മസ്അലയിൽ മഹാൻ പറഞ്ഞൊരു വാക്കുണ്ടെന്ത്? ലാ അദിരി, എനിക്കറിയൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ വാക്ക് മുജ്തഹിദിനാവേണ്ടത് എല്ലാ വിധികളും അറിയണമെന്നാ. മുജ്തഹിദായിരിക്കുന്ന മാലിക് ഇമാം പറഞ്ഞ ഈ വാക്ക് എല്ലാ വിധികളെയും അറിയുക എന്ന് വരുമ്പോ ഈ വാക്കെതിരല്ലേ? അല്ല. പിന്നെന്താ അല്ല അതിന്റെ അർത്ഥം? ഈ പറഞ്ഞ തൈരീഫിനോട് എതിരില്ല. മുജ്തഹിദാണ്, ഫഖീഹു ആണല്ലോ. അപ്പൊ ആ വാക്ക് പറഞ്ഞ അർത്ഥത്തിന് എന്ത് വെക്കണം? അത് എതിരല്ല എന്ന് പറയാൻ കാരണം ലിഅന്നഹു, നിശ്ചയമായിട്ടും മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം മുതഹയ്യിഉൻ ലിൽഇൽമി ബിഅഹ്കാമിഹാ, ആ മസ്അലകൾക്കുള്ള വിധികൾ എന്തൊക്കെയാണോ ആ വിധികൾ കൊണ്ട് മുഴുവനും അറിയാൻ വേണ്ടിയുള്ള ഒരുക്കത്തിനാണ് മൂപ്പരെന്ത് പറഞ്ഞത്? ലാ അതിരി എന്ന് പറഞ്ഞത്. അല്ലാതെ അതിന്റെ ഹഖീഖിയ മഅനയല്ല അത്. എന്തുകൊണ്ടുള്ള ഒരുക്കം? ബി മുആവദത്തിന്നളിരി, നല്ലോണം അങ്ങട്ട് ആലോചിച്ചിട്ട് ചിന്ത കൊടുത്തിട്ട് ആ ചിന്തയുമായി അങ്ങട്ട് മല്ലടിച്ച് എന്നിട്ട് ആ വിധികളൊക്കെ ഒന്ന് കണ്ടെത്തുന്ന ഒരു രീതി, അതിനു വേണ്ടി ഒരുങ്ങുന്ന ഒരു പദമായിട്ട് ലാദിനി പറഞ്ഞതാണ്. പിന്നെ ഒന്നും കൂടി ഉണ്ട്. ചോദിക്കുമ്പോഴേക്കും ഒറ്റടിക്ക് എനിക്ക് എല്ലാം അറിയുന്നും പറഞ്ഞുകാണ്ട് കോളർ കുലുക്കി നെഞ്ചി വീഴ്ചിട്ട് വരരുത്. ഒരു തഖ്വയും ഏറ്റവും നല്ല അറിവാണ് ലാദിരി എന്നുള്ളത്. അതൊരു വിനയത്തോടു കൂടിയൊക്കെ പറഞ്ഞു മനസ്സിലാക്കണം. അതൊരു മര്യാദ അതിലുണ്ട്. പക്ഷെ മൂപ്പര് പറഞ്ഞതിന് അർത്ഥം ഇങ്ങനെ വെക്കണം. മുജ്തഹിദല്ലേ, മൂപ്പർക്ക് എല്ലാ വിധി അറിയില്ല എന്ന് പറയാൻ പറ്റൂലല്ലോ. അവന് മുജ്തഹിദ് അല്ലാന്ന് വരും, അത് പറ്റൂല. അതിനാണ് ഇങ്ങനെ കൊടുത്തത് എന്ന് ഇന്റെ വക ഞാൻ കൂട്ടിക്കൊടുത്തതാണ് ഒരു താഴ്മ എന്നൊക്കെ. അതൊന്നും ഇപ്പൊ അതിൽ വെച്ചിട്ടല്ല, അങ്ങനെയും വരാലോ. ഇത്ലാഖുൽ ഇൽമി, അപ്പൊ പിന്നെ സംശയം. അപ്പൊ പിന്നെയും ഒരു സംശയം. എന്താ സംശയം? എന്നാ പിന്നെ ഇവിടെ ഇൽമു എന്ന് പറഞ്ഞത് എന്തിന്? ഇങ്ങനെയാണ് പറഞ്ഞത്. ആ ഒരുക്കം, ആ ഒരുക്കത്തിന് പിന്നെ ഇൽമു എന്ന് പറയുന്നത് അലാമിത്തില് ഹാദത്തഹയ്യു, ഇത്തരം ഒരു ഒരുക്കങ്ങൾ ഉണ്ടാകുമ്പോ ഈ ഒരുക്കം പോലോത്തതിന്റെ മേലിൽ ഇൽമ് എന്ന് കൊടുക്കുക. ഇവിടെ പറഞ്ഞത് ലിൽ ഇൽമി ബി അഹ്കാമിഹാ. അപ്പൊ അത്തരം ഒരുക്കങ്ങൾക്ക് എന്തിനാ ഇൽമ് പറയാ? അത് പറയും. ഷായിഉൻ ഉർഫൻ, അത് സാധാരണഗതിയിൽ വ്യാപകല്ലേ. ഒന്ന് എല്ലാത്തിനും ഒരുങ്ങി തയ്യാറായി വരുമ്പോ അതൊരു ഇൽമ് എന്ന് പറയാലോ. അതിനെന്താ തെറ്റ്? ഇങ്ങനൊരു ഉദാഹരണം പറഞ്ഞുതരാം. യുഖാലു, പറയപ്പെടാലോ, ഫുലാനുൻ യഅലമുൻ നഹ്വ, ഇന്നാൾ ഇന്ന ആള് നഹ്വ് അറിയുന്ന. ഇന്നാൾ നഹ്വ് അറിയും. നഹ്വ് എന്ന് പറയുമ്പോ എല്ലാം പെട്ടിലതിൽ എല്ലാവരും ഉൾക്കൊള്ളണം. എന്നിട്ട് അയാളെ കുറിച്ച് പറയുന്നു അയാൾ നഹ്വ് അറിയും എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അയാൾക്ക് എല്ലാ നഹ്വും ഫുള്ള് ഭദ്രമായി എന്നതിനർത്ഥം അല്ല. വലായുറാദു, എത്തരത്തിൽ ഈ പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നില്ലല്ലോ. അന്ന ജമീഅ മസായിലിഹി, നഹ്വിന്റെ സർവ്വ മസ്അലകളും ഹാളിറത്തുൻ ഇൻദഹു അല തഫ്സീലി, ഓരോന്നും വിശദമായി അതിന്റേതായ വിശദ രൂപത്തിൽ
അദ്ദേഹത്തിന്റെ അടുക്കൽ എല്ലാ സന്നിധമാണ്, ഹാജറാണ് എന്നൊരു ഉദ്ദേശമുണ്ടോ? ഇല്ല. ബൽ പിന്നെ അങ്ങനെ ഒരു വാക്കുപയോഗിച്ചതിന്റെ അർത്ഥം എന്താണ്? അന്നഹു മുതഹയ്യിഉൻ ലിദാലിക, അങ്ങനെയുള്ള അറിവുകൾ സമ്പാദിക്കുവാൻ വേണ്ടി ഇതാ ഒരുങ്ങി തയ്യാറാവുകയാണ് എന്നതിന്റെ അർത്ഥം. മറ്റൊന്നില്ല എന്നത് പോരെ. അപ്പൊ വെടിയും വമാ ഖീല, ഇനി പറയപ്പെട്ടിട്ടുണ്ട് എന്ത്? മിൻ അന്നൽ അഹ്കാമ ശർഇയ്യത, അഹ്കാമ ശർഇയ്യത എന്നുള്ളത് ഖൈദും വാഹിദുൻ, അത് ഒറ്റ ഖൈദാണ്, ഒറ്റ ഖൈദാണത്. നമ്മൾ അഹ്കാമ് വേറെയാക്കി ശർഇ വേറെയാക്കി അങ്ങനെയല്ല. ഇവിടെ ഖീല പറയുന്നത് അഹ്കാമു ശർഇയ്യത്ത് കൂട്ടിയിട്ട് ഒറ്റ ഖൈദാണ്. അങ്ങനെയുള്ള ആ അഹ്കാമു ശർഇയ്യത്ത് ജംഉൽ ഹുക്മി ശർഇയ്യി, ശർഇന്റെ ഹുക്മ്, ശർഇയിലുള്ളതായ ഹുക്മ്. അപ്പൊ ആ ശർഇയായ ഹുക്മിന്റെ ജമ്മാണ് അൽ അഹ്കാമു ശർഇയ്യ. എങ്ങനത്തെ ഹുക്മു ശർഇയ്യ? അൽ മുഅറഫി, അറിയപ്പെട്ടത്. എവിടെ? ബിഖിതാബില്ല, അള്ളാന്റെ ഖിതാബ് കൊണ്ട്, അള്ളാഹുവിന്റെ കൽപ്പന കൊണ്ട് അറിയപ്പെട്ടതായ ശർഇയായ ഹുക്മുണ്ട്. ആ ശർഇയായിരിക്കുന്ന ഹുക്മിന്റെ ജമ്മായിട്ട് വരും അൽ അഹ്കാമു ശർഇയ്യത്തു എന്നുള്ളത് ഒറ്റ ഖൈദായിട്ട്. ഖിതാബുള്ള എവിടെ വരുന്നുണ്ട്? ഇവിടെയല്ല, വേക്കിൽ വരും, തൊട്ടടുത്ത് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ വരും. അപ്പൊ തൊട്ടടുത്ത് ഖിതാബുള്ള വരുന്നുണ്ട്. ആ ഖിതാബ് കൊണ്ട് അറിയപ്പെട്ടതായ ശർഇയായ ഹുക്മുണ്ട്. ആ ശർഇയായിരിക്കുന്ന ഹുക്മിന്റെ ജമ്മാണ് അൽ അഹ്കാമു ശർഇയ്യ. അപ്പൊ ശർഇൽ ഹുക്ം എന്ന് വരുമ്പോ അതിന്റെ ജമ്മ് വേണ്ടത് അൽ അഹ്കാമു ശർഇയ്യത്ത് എന്നല്ലേ? അപ്പൊ അഹ്കാമ് വേറെയും ശർഇയ്യത്ത് വേറെ രണ്ട് കൈതാക്കണോ? വേണ്ട, ഒരു കൈതല്ലേ. ഈ പറഞ്ഞ വാക്ക് ഖീല പറഞ്ഞത് അത് അത്ര ശരിയല്ല. ഷാരി പറയാണ് ഖിലാഫുല്ലാഹി, അങ്ങനെ പറയുമ്പോ അത് ലാഹിറിനെതിരാണ്. ലാഹിറിനോട് അത് എതിരുണ്ട്. ലാഹിറിനോട് അത് എതിരാണ് എന്ന് വന്നു. ലാഹിറിനോട് ഇപ്പൊ എങ്ങനെ എതിര്? ഉണ്ടാവും. ഓരോന്നും പരിഗണിച്ചു നോക്കുക. ലാഹിർ എന്ന് പറയുമ്പോ അഹ്കാമ് ശർഇയ്യ ഇവയിൽ നിന്ന് എല്ലാം ഓരോന്നിനും പരിഗണിക്കുമ്പോ അതിന്റേതായ സ്ഥിതി അനുസരിച്ച് പരിഗണിക്കുമ്പോ എന്തോടൊപ്പം തന്നെ ആ സമയത്ത് ഇത് ലാസിമാകും, മറ്റോ ലാസിം എന്നതോടൊപ്പം തന്നെ അഹ്കാം ഒന്നിനെയും ശർഅ ഒന്ന് മറ്റും അത് അതിന്റേതായ രീതിയിൽ തന്നെ അതിർത്തി പ്രകാരം അതിന്റെ നിജസ്ഥിതി പ്രകാരം മനസ്സിലാക്കുമ്പോ എന്താകും? അത് ഇസ്തിദ്റാക്കായിട്ട് വരാം, അത് ഇസ്തിദ്റാക്കായിട്ട് എടുക്കാൻ പറ്റും. മറ്റത് അഹ്കാമു ശർഇയ്യത്ത് ഒന്നായിട്ട് പറഞ്ഞാൽ ശരിയാവില്ല. അതാണ് ഉള്ളിൽ കുഴപ്പമില്ല, സംഗതി ലാഹിർ നോക്കുമ്പോ വിരോധമുണ്ട്. അപ്പൊ അത്ര കുറ്റം പറയാനൊന്നുമില്ല. ഇൻ ആല ഇലാമാ തഖദ്ദമ, മുമ്പ് പറഞ്ഞ ഒന്നിലേക്ക് അത് ചെന്ന് ചേർന്നാലും, മുമ്പ് പറയുന്ന ഒന്നുണ്ട്, ആ മുമ്പ് പറയുന്നൊരു വിഷയമുണ്ട്, അതിലേക്ക് എന്താണ് ഇത് വന്ന് ചേർന്നാലും എന്താണ്? ദാഹിറിനെതിരാണ്. ഫീ ശർഇ കൗനിഹിമ, അത് രണ്ടിന്റെയും ശർഇൽ ഖൈദൈനി, അത് രണ്ടും ഖൈദാവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും ഖൈദായി വരിക എന്ന ശർഇൽ മുമ്പ് പറഞ്ഞില്ലേ, അതിലേക്ക് കാര്യം ചെന്നുകൂടുകയാണെങ്കിലും കമാലാ യഖ്ഫ, അത് ആർക്കും തിരിയാത്ത കേട്ടില്ല, തിരിയും. ഇങ്ങനെയാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇന്ന് ഈ ക്ലാസ് 7-ാമത്തോട് അവസാനിപ്പിക്കട്ടെ. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ഫിഖ്ഹു വൽ ഇൽമു ബിൽ അഹ്കാമി അശറഇയ്യത്തിൽ അമലിയ്യത്തിൽ മുക്തസബു മിൻ അദില്ലത്തി തഫ്സീലിയ്യത്തി എന്ന തഅരീഫ് വെച്ചിട്ടുള്ള ശറഅ് 46 പേജിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് നാളെ ചർച്ച അൽ ഹുക്മു ഖിതാബുല്ലാഹ് എന്നും പറഞ്ഞിട്ടാ വരുന്നത്. നല്ല രീതിയിൽ ചർച്ച ചെയ്യാനും പഠിക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈ ക്ലിപ്പ് നിങ്ങളിലേക്ക് വിടുകയാണ്.